ഹായ് ഫ്രണ്ട്സ്, ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നാളെ നവംബർ 17 ചൊവ്വാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയാണെന്ന് നോക്കാം. നവംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം സുഗമമായിട്ട് പുരോഗമിക്കുന്നു, സജീവമായിട്ട് പുരോഗമിക്കുന്നു. അതിൽ പറയാനുള്ള ചെറിയൊരു കാര്യം, AAY എന്ന് പറയുന്ന മഞ്ഞ നിറത്തിലുള്ള റേഷൻ കാർഡുകാർക്ക് സബ്സിഡി നിരക്കിൽ പഞ്ചസാരയുണ്ട്. അത് എല്ലാ റേഷൻ കടകളിലും എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര എത്തിയതിനു ശേഷം വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇനി അതല്ല, അവർക്ക് ഈ മാസം ഒരു പ്രാവശ്യം കൂടി റേഷൻ കടയിൽ പോകേണ്ടി വരും. കാരണം ഈ മാസത്തെ, അതായത് നവംബർ മാസത്തെ ഭക്ഷ്യക്കിറ്റിന്റെ വിതരണം 23-ാം തീയതിയോട് കൂടിയിട്ട് ആരംഭിക്കും എന്നാണ് അനൌദ്യോഗികമായിട്ട് അറിയാൻ കഴിഞ്ഞ വിവരം. അപ്പം അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ആദ്യം മഞ്ഞ കാർഡുകാർക്കായിരിക്കും വിതരണം. ആ സമയത്ത് കിറ്റ് വാങ്ങുന്ന സമയത്തും നമുക്ക് പഞ്ചസാര ആ സമയത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ രണ്ടും ഒരുമിച്ച് വാങ്ങാം. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഇപ്പോൾ വാങ്ങാൻ കഴിയുന്നതാണ്. അതാണ് അറിയിക്കാനുള്ള ഒരു വിവരം. വ്യത്യാസം അതാണ്. പഞ്ചസാര മഞ്ഞ കാർഡുകാർക്ക് സബ്സിഡി നിരക്കുള്ള പഞ്ചസാരകൾ എത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. മറ്റൊരു കാര്യം പറയാനുള്ളത് കിറ്റ് വിതരണത്തിന്റെ കാര്യമാണ്. എല്ലാ നമ്പറുകളും ഈ പോസ്റ്റ് മെഷീനുകളിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്, ഈ ഒരു സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്പറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ റേഷൻ കാർഡിന്റെ നിറമൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വിതരണം എല്ലാ ആളുകൾക്കും പോയിട്ട് കിറ്റ് വാങ്ങാവുന്നതാണ്. അതുപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു കാര്യമുണ്ട്. കിറ്റ് സ്റ്റോക്ക്, റേഷൻ കടകളിൽ കിറ്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്ന് വിളിച്ചന്വേഷിക്കുക. കാരണം ഒരു റേഷൻ കടയിൽ വിതരണം ചെയ്യാനുള്ള മുഴുവൻ കിറ്റുകളും റേഷൻ കടയിൽ എത്തുന്നില്ല എന്നും അറിയാൻ കഴിഞ്ഞു. സിവിൽ സപ്ലൈസ് ഗോഡൌണുകളിൽ ലഭ്യതയ്ക്കനുസരിച്ചാണ് പിന്നെ ഈ സ്റ്റോക്കുകൾ എത്തിക്കുന്നത്, റേഷൻ കടകളിലേക്ക് വിതരണം ചെയ്യുന്നത്. അപ്പോൾ ചില കടകളിൽ ഒരു സമയത്ത് കിറ്റ് ഉണ്ടാകും, പിന്നീട് ചെല്ലുമ്പോൾ കിറ്റ് ഇല്ലാത്തൊരവസ്ഥയും വരുന്നുണ്ട്. ഉണ്ടോ എന്നുള്ളത് വിളിച്ചന്വേഷിച്ചതിന് ശേഷം ചെല്ലുക. ഇനി അതായത് ഒക്ടോബർ മാസത്തെ കിറ്റാണ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാങ്ങാൻ ബാക്കിയുള്ള മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡുള്ള എല്ലാ ആളുകൾക്കും ഇപ്പോൾ പോയിട്ട് കിറ്റ് വാങ്ങാവുന്നതാണ്. ഇതിന്റെ വിതരണം എന്ന് തീരും എന്ന് ഇതുവരെ ഒരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അപ്പോൾ എത്രയും പെട്ടെന്ന് കിട്ടുന്ന സമയത്ത് പോയിട്ട് വാങ്ങുക. ഇത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ ആ കിറ്റ് കിട്ടില്ല. പിന്നെ അടുത്ത കിറ്റിന്റെ ഒരു ടൈം ആയിരിക്കും. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 23-ാം തീയതി നവംബർ മാസത്തെ ആദ്യത്തെ കിറ്റ് വിതരണം ചെയ്യും എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അത് സത്യമാവുകയാണെങ്കിൽ ഇനി അതിന്റെ ഒരു വിതരണത്തിലേക്ക് കടക്കും. അതുകൊണ്ട് ഈ കിറ്റ് വാങ്ങാത്തവർ നിങ്ങളുടെ റേഷൻ കടയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ പോയിട്ട് കിറ്റ് വാങ്ങുക. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം. നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, അടുത്ത ഡിസംബർ മാസത്തോട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരമുള്ള അരി, ഗോതമ്പ്, കടല, പയർ ഇവയുടെയൊക്കെ വിതരണം നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകാർക്കുള്ള വിഹിതം പകുതിയാകുന്നു എന്ന് പറഞ്ഞിരുന്നു. അത് അങ്ങനെയും ഒരു വിഷയമുണ്ട്. അടുത്ത മാസം മുതൽ BPL കാർഡുകാരുടെ വിഹിതം പകുതിയാകുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ച്. നാളെ 17-ാം തീയതി, നവംബർ 17-ാം തീയതിത്തെ റേഷൻ വിതരണം അങ്ങനെയാണ്. സുഗമമായിട്ട് തന്നെ നവംബർ മാസത്തെ റേഷൻ വിതരണങ്ങൾ പുരോഗമിക്കുന്നു. കിറ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ റേഷൻ കടയിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കുക, കിറ്റ് അവിടെ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലേ എന്ന്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് റേഷൻ കാർഡ് ആയാലും കിറ്റ് പോയിട്ട് വാങ്ങാവുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണം എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും